പുതിയ CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന VD സതീശൻ താങ്കൾ കുറെ പ്രസ്താവനകൾ കൊണ്ടുവന്ന് അതെല്ലാം നടപ്പിലാക്കാൻ പോവുകയാണ്. ബസ്സിൽ യാത്ര ഫ്രീ ആക്കുന്നു, മോഡിഫിക്കേഷൻ വരുന്ന വണ്ടികൾക്കെല്ലാം അത് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള സജ്ജീകരണം ചെയ്തു കൊടുക്കുന്നു, ബാറുകൾ ഇതാ സമയത്തിന്റെ ക്രമീകരണം കുറയ്ക്കുന്നു. ഇപ്പോൾ താങ്കൾ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ചൂരൽമല. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ചൂരൽമല ഉരുൾപൊട്ടൽ. അവിടെ ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, വീട്, സ്വത്ത്, പണം എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ട് അന്നത്തെ നമ്മുടെ ഭരണാധികാരികൾ അവർക്കൊരു വീട് പോലും നേരെ വെച്ചു കൊടുക്കാതെയാണ് ഭരണത്തിൽ നിന്ന് ജനങ്ങൾ വലിച്ചു താഴെയിട്ടത്. എന്നാൽ നിങ്ങൾക്ക് അധികാരം ഇല്ലാതിരുന്ന സമയത്ത് 300 സംതിങ് കോടി രൂപയാണ് കോൺഗ്രസ് പിരിച്ചത്. VD സതീശന്റെ അക്കൗണ്ടിലാണ് പണം. അതിന് ഞങ്ങൾ കളക്ട് ചെയ്ത പണം എന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ്. ആ പൈസയുടെ കണക്ക് പുറത്തു വന്നിട്ടില്ല. എന്നാൽ നിങ്ങൾ വളരെ ആഡംബരം കാണിച്ച് അവരെ വീടിന് തറക്കല്ലിട്ടു. ഒരു വീട് പോലും നിങ്ങൾ വെച്ച് നൽകിയിട്ടില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി കോടിക്കണക്കിന് രൂപ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പിരിച്ചുവെന്ന് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. 1.5 വർഷം കഴിഞ്ഞെങ്കിലും പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഒരു വീട് പോലും ഉയർന്നില്ല. പിരിച്ച പണം എവിടെ എന്ന ചോദ്യം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വം ഇടതടവില്ലാതെ നേരിടുകയാണ്. ഇനി നിങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുമോ? ഇത് ഞങ്ങളുടെ ചോദ്യമല്ല, ഓരോ മലയാളികളുടെയും ചോദ്യമാണ്.